നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് വെറുമൊരു മുന്നറിയിപ്പല്ല. ആണവ പദ്ധതി വിഷയത്തിൽ ഒത്തുതീർപ്പിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഇറാനെതിരെ ബോംബാക്രമണം ഉണ്ടാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിക്ക് മറുപടിയായി യുഎസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള മിസൈൽ ശേഖരം തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഇറാൻ പറയുന്നു. വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ അറകളിലാണ് ഈ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇറാൻ തിരിച്ചടിച്ചത്. ടെഹ്റാൻ ടൈംസിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കിയിരിക്കുന്നത്. ഭൂഗർഭ അറയിലെ എല്ലാ ലോഞ്ചറുകളും ഇതിനകം ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് ടെഹ്റാൻ ടൈംസ് പറയുന്നു. ഇതിനിടയിൽ ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇറാൻ ഒബ്സർവർ മിസൈൽ ശേഖരം സംബന്ധിച്ച വീഡിയോയും പുറത്തുവിട്ടു. ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് അധികാരത്തിലെത്തിയ അന്നു മുതൽ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറല്ല എങ്കിൽ ഒരാക്രമണത്തിന് തയ്യാറെടുത്തോളൂ എന്നാണ് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയത്. ഇറാൻ പോറ്റി വളർത്തുന്ന പ്രോക്സികളുമായുള്ള ബന്ധം ഇറാൻ അവസാനിപ്പിക്കണമെന്നും മിസൈൽ, ഡ്രോണുകൾ എന്നിവയുടെ ശേഷി പരിമിതപ്പെടുത്തണമെന്നും ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഇറാനുള്ള മറുപടി ബോംബിംഗ് ആയിരിക്കുമെന്ന് ട്രംപ് പറഞ്ഞത് വെറുതെയല്ല. അവർ ഒരു കരാറിൽ എത്തിയില്ല എങ്കിൽ ബോംബാക്രമണം ഉണ്ടാകും. അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണമാകും ഇറാൻ നേരിടാൻ പോകുന്നത്. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ യുഎസുമായി നേരിട്ട് തങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. നമുക്ക് തമ്മിൽ നേരിട്ട് ചർച്ചയാവാം എന്ന് യുഎസ് പ്രസിഡന്റ് ട്രംപ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിക്ക് കത്തയച്ചിരുന്നു. എന്നാൽ നേരിട്ടല്ലാതെ മൂന്നാം കക്ഷി വഴി ചർച്ചയാകാമെന്നാണ് പെസഷ്കിയാൻ പറയുന്നത്. 2018 ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് യുഎസ് ഏകപക്ഷീയമായി ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആണവ നിരീക്ഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാനിൽ വർദ്ധിപ്പിച്ചുവെന്നാണ്. ആണവ വിഷയത്തിൽ കരാറിലെത്താൻ ഇറാൻ 2 മാസത്തെ സമയപരിധി മാത്രമാണ് ട്രംപ് അനുവദിച്ചിരിക്കുന്നത്. 2020 ജനുവരി 3 ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനി ബാഗ്ദാദിൽ യുഎസ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാൻ ഓർക്കേണ്ടതുണ്ട്. പറഞ്ഞാൽ തിരിച്ചടിക്കുന്ന വ്യക്തിയാണ് ട്രംപ് എന്ന് നേരത്തെ തന്നെ ഇറാൻ അറിയാം. എന്നാൽ കുഴിയിലിരിക്കുന്ന മിസൈൽ കാട്ടി തങ്ങളെ ഭയപ്പെടുത്തേണ്ട എന്ന പ്രതികരണമാണിപ്പോൾ യുഎസിൽ നിന്ന് പുറത്തു വരുന്നത്. ഇറാനെ അവരർഹിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ അമേരിക്കയ്ക്ക് അറിയാമെന്ന് അമേരിക്കൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ ഇറാനെതിരെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പിന് പിന്നിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കാണുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇത്തരം മുന്നറിയിപ്പുകൾക്ക് ഇസ്രയേലുമായുള്ള ആത്മബന്ധമുണ്ട്. ഇറാൻ പ്രോക്സികളെ ഉപയോഗിച്ച് എക്കാലത്തും ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്യാനാണ് ശ്രമിച്ചത്. ഇസ്രയേലികൾക്കെതിരെ കടുത്ത യുദ്ധമുറയ്ക്ക് അവർ തങ്ങളുടെ പ്രോക്സികളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനുവേണ്ട ആയുധങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും അവർ കൈമാറി. എന്നാൽ ഇസ്രയേൽ ഇക്കഴിഞ്ഞ 2023 ഒക്ടോബർ 7 മുതൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇറാന്റെ പ്രോക്സികളെ പൂർണ്ണമായി തകർത്തെറിയുന്നതിൽ വിജയിച്ചു. ഹമാസിനെ മാത്രമല്ല ഹിസ്ബുള്ള, ഹൂതികളടക്കം വലിയ നാശനഷ്ടങ്ങളാണ് നേരിട്ടത്. സിറിയയിലും ഇറാഖിലുമുള്ള ഇറാൻ മിലിഷ്യകളെ പോലും അവർ പൂർണ്ണമായി നിർവീര്യരാക്കി. ഇതിന് തൊട്ടു പിന്നാലെയാണ് ആത്യന്തികമായി ഇറാനെ തന്നെ ലക്ഷ്യമിടുന്നത്. മുൻപ് ഇസ്രയേലിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിന് അതിനേക്കാൾ മാരകമായ തോതിൽ ഇസ്രയേൽ തിരിച്ചടിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ ഓരോ നീക്കങ്ങളും വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇസ്രയേലുമായി വലിയ ധാരണയുണ്ട് ട്രംപിന്. ഹമാസുമായുള്ള വെടിനിർത്തൽ അവസാനിപ്പിച്ച് അതിശക്തമായ യുദ്ധം ഇസ്രയേൽ ഗാസ മുനമ്പിൽ തുടക്കമിടുമ്പോൾ മറുവശത്ത് ഹൂതികൾക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണമാണ് അമേരിക്ക അഴിച്ചുവിട്ടത്. ഹൂതികൾക്ക് നേരെ ഇപ്പോഴും നിലയ്ക്കാതെ വെടിയുണ്ടകൾ പായുന്നു. അമേരിക്ക അതിശക്തമായ ആക്രമണവുമായി യമനിലെ ഹൂതികൾക്കെതിരെ മുന്നേറുകയാണ്. കണക്കുകൂട്ടി തന്നെയാണ് ട്രംപിൻ്റെ ഓരോ നീക്കങ്ങളും. ഗാസ മുനമ്പിൽ ഹമാസിന് നേർക്ക് വീണ്ടും ആക്രമണം തുടങ്ങുമ്പോൾ ഹൂതികളുടെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടായേക്കാം എന്ന് യുഎസ് കൃത്യമായി കണക്കുകൂട്ടി. അതേ കണക്കുകൂട്ടൽ തന്നെയാണ് ഹൂതി കേന്ദ്രങ്ങളെ ചുട്ടരിക്കുന്നതിൽ ട്രംപിനെ പ്രേരിപ്പിക്കുന്നത്. മറുവശത്ത് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോഴും ഇസ്രയേൽ മിസൈലുകൾ തൊടുക്കുന്നു, വ്യോമാക്രമണങ്ങൾ നടത്തുന്നു. ആത്യന്തികമായി ഇസ്രയേലും യുഎസും ലക്ഷ്യമിടുന്നത് ഇറാനെ തന്നെയാണ് എന്ന് വ്യക്തം. 1979 ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷമാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധങ്ങൾ താറുമാറായത്.
ഇറാഖ് ഇറാൻ യുദ്ധകാലത്തൊക്കെ ഇറാനെ സഹായിക്കുന്നതിൽ വ്യഗ്രത കാട്ടിയിരുന്നു ഇസ്രയേൽ. എന്നാൽ ഇറാനിൽ ആയത്തുള്ള റൂഹല്ല ഖൊമേനിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ഭരണകൂടം പിന്നീട് ഇസ്രയേലിനെ ശത്രുരാജ്യമായി പ്രഖ്യാപിച്ചു. ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന തീരുമാനമാണ് പിന്നീട് ഇറാൻ കൈക്കൊണ്ടത്. അതിനുവേണ്ടി ലോകമെമ്പാടും പ്രോക്സികളെ വളർത്തി അവരെയൊക്കെ ഇസ്രായേലിനെതിരെ തിരിക്കുന്ന ശ്രമങ്ങളാണ് പിന്നീട് ലോകം കണ്ടത്. ഇസ്രായേലിനെ ചെറിയ സാത്താനെന്നും യുഎസിനെ വലിയ സാത്താനെന്നുമാണ് അന്ന് ഖൊമേനി വിശേഷിപ്പിച്ചത്. ഇറാനിലെ മതഭരണകൂടത്തെ അംഗീകരിക്കാൻ ഒരു കാലത്തും ഇസ്രായേൽ പിന്നീട് തയ്യാറായില്ല. അതേ പാതയിലേക്ക് അമേരിക്കയും പിന്നീട് കടന്നുവന്നു. തുടർന്ന് ഇറാൻ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും മുറിച്ചു. ജൂതരാഷ്ട്രത്തിലേക്കുള്ള യാത്രാമാർഗങ്ങളും വിമാന സർവീസുകളുമൊക്കെ ഇറാൻ നിർത്തി. ഇസ്രയേലി എംബസി പലസ്തീനി എംബസിയാക്കി മാറ്റി. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സ്വാധീനം വിശാലമാക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം. 1980-നും 88-നുമിടയിൽ ഇറാൻ ഇറാഖ് യുദ്ധവേളയിൽ അന്ന് ഇസ്രയേൽ ഇറാൻ ആയുധങ്ങൾ നൽകിയിരുന്നു. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് സദ്ദാം ഹുസൈനായിരുന്നു കൂടുതൽ അപകടകാരിയായ ശത്രു. അതുവഴി ഇസ്രയേലിനൊപ്പം തോളോട് തോൾ ചേർന്ന് ഇറാൻ നിൽക്കുമെന്നൊക്കെ ഇസ്രയേൽ കണക്കുകൂട്ടി. എന്നാൽ യുദ്ധാനന്തരം ഇസ്രയേലിനെ തേക്കുന്ന കാഴ്ചയാണ് ഇറാനിൽ നിന്ന് കണ്ടത്. തുടർന്ന് സിറിയയിലും ഇറാഖിലും ലെബനിലും യമനിലുമൊക്കെ ഇറാൻ പ്രോക്സി മിലിഷ്യകളെ വളർത്തി. വലിയ ഫണ്ട് തന്നെ ഇതിനുവേണ്ടി ഇറാൻ ഭരണകൂടം മാറ്റിവെച്ചു. ഇസ്രായേലിനെതിരെ ആദ്യം ആയുധമെടുത്തത് ഇസ്ലാമിക് ജിഹാദാണ്. ഇറാന്റെ പിന്തുണയോടെ പലസ്തീനിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘടന. പിന്നീട് 2006 നടന്ന ലെബനൻ യുദ്ധമാണ് പ്രോക്സി യുദ്ധങ്ങളിലൊന്ന്. പ്രോക്സികളെ കൊണ്ട് യുദ്ധം ചെയ്യിച്ച് ഇസ്രായേലിനെ തകർക്കുകയായിരുന്നു ഇറാന്റെ ലക്ഷ്യം. ഒടുവിൽ ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുമെന്ന് ആയത്തുള്ള ഖമേനിയുടെ പ്രഖ്യാപനം. അതിൻ്റെ തുടർച്ചയായിരുന്നു ആണവായുധത്തിലേക്കുള്ള ഇറാന്റെ ത്വരിതഗതിയിലുള്ള വളർച്ച. എന്നാൽ ഇസ്രയേൽ ഗൂഢാലോചനയിലൂടെ ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക നേതാക്കളെയും ഒക്കെ വധിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. അവിടുത്തെ ആറ്റോമിക് സൈറ്റുകൾ അവർ തകർത്തെറിഞ്ഞു. പല നേതാക്കളും പകപോക്കലിന്റെ ഭാഗമായി വധിക്കപ്പെട്ടു. ഇറാനിയൻ ആയുധ കയറ്റുമതി തടസ്സപ്പെടുത്താൻ ഇസ്രായേൽ സിറിയയിലെ വിമാനത്താവളങ്ങളിൽ തുടർച്ചയായി ബോംബുകളിട്ടു. 2005 ഇറാൻ രാജ്യത്ത് യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിച്ചു. ഇത് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തി. അന്നു മുതൽ മൊസാദ് തലവന്മാർ തങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ഒരു പ്രഖ്യാപനം നടത്തും. വരുന്ന 15 വർഷത്തേക്ക് ഇറാനെ ആണവശക്തിയായി തങ്ങൾ വളർത്തില്ല. അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ മൊസാദ് ഒരുക്കുമെന്ന്. 2010 യുഎസും ഇസ്രയേലും ചേർന്ന് സ്റ്റക്സ്നെറ്റ് എന്നൊരു കമ്പ്യൂട്ടർ വൈറസ് വികസിപ്പിക്കുകയും ഇറാന്റെ ആണവ ശൃംഖലകൾ ഇതുവഴി തകർത്തെറിയുകയും ചെയ്തു. ഇറാനിലെ നദാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലെ നിരവധി സെൻട്രിഫ്യൂജുകൾ നശിപ്പിക്കപ്പെട്ടു. വ്യാവസായിക യന്ത്രങ്ങൾക്ക് നേരെ അറിയപ്പെടുന്ന ആദ്യത്തെ സൈബർ ആക്രമണമെന്നാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇറാൻ പ്രോക്സികളുടെ തകർച്ചയോടെ ഇറാൻ ഒരു കാര്യം ബോധ്യമായി: ഇനി പ്രോക്സികളുടെ സഹായത്തോടെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആണവരാജ്യമായി മാറണമെന്നതാണ് ഇറാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം. അതിനെതിരെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ശക്തമായ നീക്കം. ഈ നീക്കങ്ങൾക്കെല്ലാം പിന്നിൽ ഇസ്രായേൽ തന്നെയാണ് എന്ന് വ്യക്തം. എന്നാൽ രസകരമായ മറ്റു ചില കാഴ്ചകൾ ഇപ്പോൾ വ്യക്തമാണ്. സാധാരണഗതിയിൽ ഇറാനെതിരെ US എന്തെങ്കിലും തലത്തിലുള്ള മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇറാനു വേണ്ടി സംസാരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇത്തരം മുന്നറിയിപ്പുകൾക്ക് മുന്നിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. US-ൽ നിന്നും ഇസ്രായേലിൽ നിന്നും എല്ലായ്പ്പോഴും ഞങ്ങൾക്കെതിരെ ശത്രുതയുണ്ട്. അവർ ഇപ്പോൾ ഞങ്ങളെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അത് വളരെ സാധ്യതയുള്ളതായി ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഖമേനി പറഞ്ഞത്. ഇനി ഞങ്ങൾക്ക് നേരെ ആക്രമണത്തിന് ശ്രമിച്ചാൽ ഇറാനിയൻ ജനത തന്നെ അവരെ നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒറ്റയടിക്ക് പ്രസിഡന്റ് ട്രംപോ ഇസ്രയേലോ സൈനിക നടപടി സ്വീകരിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഇറാന് പിന്തുണയുമായി എത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ്റെ മൗനം തന്നെയാണ് ഇപ്പോൾ ലോകത്തിലെ മുഖ്യ ചർച്ചാ വിഷയവും. യുക്രൈൻ യുദ്ധം ഏതുവിധം അവസാനിപ്പിക്കണം എന്ന ആശങ്കയിലും ആലോചനയിലുമാണ് റഷ്യ. അതുകൊണ്ട് തന്നെ അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് അപകടമാണ് എന്ന് പുതിൻ മനസ്സിലാക്കുന്നു. യുക്രൈൻ നിയമവിരുദ്ധ അധിനിവേശത്തെ തുടർന്ന് US-ഉമായുള്ള ബന്ധം പൂർണ്ണമായും തകർന്നിരുന്നു റഷ്യയെ സംബന്ധിച്ച് ബൈഡൻ ഭരണകാലഘട്ടത്തിൽ. എന്നാൽ അത് ഏതെങ്കിലും തലത്തിൽ പുനഃസ്ഥാപിച്ച് വാണിജ്യ ബന്ധം തുടരണമെന്ന് ഇപ്പോഴും പുതിൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിനെ പിണക്കാൻ പുതിൻ ആഗ്രഹിക്കുന്നില്ല. ഇറാനെതിരെയുള്ള ട്രംപിന്റെ വെല്ലുവിളി വെറും വീൺവാക്കല്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കണക്കുകൂട്ടുന്നു. ഇത് ഇസ്രയേലും US-ഉം ഒരുമിച്ചെടുക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമാണ്.
ഇറാൻ പ്രോക്സികളെ വീഴ്ത്തിയ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇറാനെ തകർക്കാനുള്ള നിർണായക അവസരമാണ് കൈവന്നിരിക്കുന്നത്. അതിന് പരിപൂർണ പിന്തുണയുമായി ഡൊണാൾഡ് ട്രംപ് ഒപ്പം ചേർന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.